പയർ മുറിക്കുന്ന വീഡിയോ ആണത്. ഓരോന്നായിട്ടേ ഉള്ളൂ മുറിക്കുക. ഒന്നിച്ച് മുറിക്കാൻ കാണിച്ചു കൊടുക്കുമ്പോൾ എന്തുകൊണ്ടോ മൂപ്പർക്കത് പഠിക്കാൻ പിന്നെയും ബുദ്ധിമുട്ട്. അപ്പം ഞാൻ വിചാരിക്കും ശരി, അവനക്ക് അതാ ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇത് പഠിപ്പിക്കുമ്പോഴും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊന്നല്ല, കുറേയേറെ. അത് ആദ്യം അത്രയും സമയം അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ 1 by 1 ആയിട്ട് എടുത്ത് ഈ കത്രിക പിടിക്കുക എന്ന് പറയുന്ന കാര്യം പഠിക്കാൻ തന്നെ സമയമെടുത്തു. നമുക്ക് തന്നെ ആദ്യം ആത്മവിശ്വാസം ഉണ്ടാവില്ല ഇവർക്ക് പഠിയുന്നുള്ളത്. അത് രണ്ട് ഭാഗത്തൊക്കെ പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് പ്രസ് ചെയ്യുമ്പോഴാണ് അത് കട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ബോധം ഉണ്ടാക്കുക. ഇവൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒന്നും ഒരു അയൽ തുണിയിടുമ്പോൾ പോലും അത് അവിടെ ഇടുമ്പോൾ ആ തുണി അയൽമേൽ നിൽക്കും എന്ന ഒരു ബോധ്യം ഉണ്ടാവില്ലേ, അതില്ല മൂപ്പർക്ക്. അതേപോലെ ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് ഇത് മുറിയുന്നത് എന്ന ഒരു അറിവ് ഇല്ല. അപ്പോൾ നമ്മളതിങ്ങനെ കൈ പിടിച്ച് കാണിച്ചു കൊടുക്കും. എന്നിട്ട് കയ്യിന് നമ്മൾ ഒരു ബലം കൊടുക്കാതെ മാതിരി അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. തുടർച്ചയായി കുറേ കാലം അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ചെയ്യും. അതിൻ്റെ ഇടയിൽ ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. എന്നാലും ഞാൻ അവനൊരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര സമയം കഴിഞ്ഞാലും അത് അവൻ്റെ തന്നെ ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അപ്പോൾ പിന്നെ ആ ഒരു ഉത്തരവാദിത്തം അവൻ കറക്റ്റായിട്ട് ചെയ്യും. കുറേ സമയമൊക്കെ എടുക്കും. ഇപ്പോൾ വെണ്ടയ്ക്ക മുറിക്കുകയാണ്. വെണ്ടയ്ക്ക അവരുടെ അറ്റഭാഗം കളയേണ്ടതാണെന്നൊക്കെ അവനറിയാം കേട്ടോ. അതൊന്നും അവന് മുറിച്ച് പാത്രങ്ങളിലേക്ക് ഇടില്ല, അത് മാറ്റി വെക്കും വളരെ കൃത്യമായിട്ട്. കുറേയേറെ കാര്യങ്ങൾ ആൾ പഠിച്ചെടുത്തു. നല്ല ക്ഷമയും ആവശ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അല്ല അവർ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ബുദ്ധിയുടെ പരിമിതി കൊണ്ട് നമ്മൾ നോർമലായ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാവാൻ കഴിയില്ല. അപ്പോൾ ഈ കത്തിയാണെങ്കിലും പിടിക്കുമ്പോൾ മുറിയും. ഇതവണ മുറിഞ്ഞു, എത്രയോ പ്രാവശ്യം ചെറുതായൊക്കെ മുറിയും. അത് മുറിയാത്ത മാതിരി പിടിക്കണം എന്ന് കാണിച്ചു കൊടുക്കുക. പിന്നെ ഇത് പീലിംഗ് ആണ് കേട്ടോ. പീലിംഗ് കുക്കുമ്പറാണ് ആദ്യം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. കുക്കുമ്പർ പിടിച്ചിട്ട് ഓരോ സൈഡും മുറിക്കണമല്ലോ, അതിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ എന്നിട്ട് അത് കട്ട് ചെയ്ത് അവനക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ അവനക്കൊരു എൻകറേജ്മെൻറ്റാണ്. ഏതൊരു കാര്യത്തും പഠിപ്പിക്കുമ്പോഴും അവർക്കൊരു ആദ്യമൊക്കെ അവർക്ക് മിഠായിയൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ അതൊക്കെ നിർത്തുന്നിട്ട് പിന്നെ മിടുക്കനാണ്, വെരി ഗുഡ് ഉമ്മൊക്കെ കൊടുക്കും. അതാണ് അവൻ്റെ റീഇൻഫോഴ്സ്മെൻ്റ് അതാണ് കേട്ടോ. ആദ്യങ്ങളൊക്കെ മിഠായിയൊക്കെ കൊടുക്കും. പിന്നെ അത് മാറ്റിയിട്ട് ഗുഡ് ബോയ് ആണ്, മിടുക്കൻ, ഒരു ഉമ്മ അതിലൊക്കെ കൊടുക്കും. എല്ലായ്പ്പോഴും മിഠായി കൊടുത്താൽ ശരിയാവില്ലല്ലോ. ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുണ്ടാവും. അതൊന്നും അവനിക്ക് ഇഷ്ടമല്ല.